ഈ ഇസ്രായേലും US-ഉം ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ തീമഴ നമുക്ക് ലോകം മുഴുവൻ ബാധിക്കുന്നതാണ്. പക്ഷേ അത് ഇന്ത്യയെ കൂടുതലായിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ആശങ്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് തന്നെ ഇറാൻ അടച്ചു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ കപ്പലുകൾ കത്തിക്കുമെന്ന് പോലും ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോകും എന്നുള്ള ഒരു സ്വരവും നമുക്ക് കേൾക്കാം. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. ട്രംപിൻ്റെ മുൻകൂട്ടിയുള്ള ഒരു ഹോംവർക്ക് ഇല്ലാതെ നടത്തിയ ഒരു യുദ്ധമാണ്. അതിൻ്റെ പ്രധാന കാരണം പെട്ടെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്, ഇതാ പറ്റിയ അവസരം വന്നിരിക്കുന്നു. അയത്തുള്ള അലി ഖമനി അടക്കമുള്ളവർ 40 പേര് ഒരു മുറിക്കകത്ത് ഒത്തുകൂടി മീറ്റിംഗ് നടക്കുന്നു. ഇപ്പം തട്ടിയാൽ തട്ടി, റെഡി എന്ന് ട്രംപ് സമ്മതിക്കുകയാണ്. ഉടൻ അടി തുടങ്ങുകയാണ്. അടി തുടങ്ങി അരമണിക്കൂറിനകം അവിടെ മരണം സംഭവിക്കുന്നു. ആ കെട്ടിടം ചാമ്പലായി ഒരു ചാമ്പൽ കൂനയാകുന്നു. അപ്പോൾ എല്ലാം തീർന്നു എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിച്ചത്. 100 hours കൂടിപ്പോയാൽ 4 ദിവസം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. 4 ദിവസം അല്ലെങ്കിൽ 100 hours, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഖമനിയെ വധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാവും. ഇത് മദുരോയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ അങ്ങ് തീർക്കാവുന്ന കാര്യമുള്ളതെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു ആ പ്രസ്താവനയിൽ നിന്ന്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് അത്തരമൊരു സ്ട്രക്ചറല്ല, അത്തരമൊരു സംവിധാനമല്ല അവിടെ നിലനിൽക്കുന്നത്. അതിനേക്കാൾ ഹൈറാർക്കിയുള്ള ഒരു ഭരണകൂടം, ആത്മീയ തലം, മിലിറ്ററി തലം, രഹസ്യാന്വേഷണ വിഭാഗം, ഇതൊക്കെ ഒന്ന് പോയാൽ മറ്റൊന്നും ഇത് ഒരു ഹൈറാർക്കി ലെവൽ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് GCC രാഷ്ട്രങ്ങളെ ഇറാൻ ആക്രമിക്കാൻ തുടങ്ങിയത്. അതോടെ GCC രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ മേൽ പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ സെൻറ്ററേഴ്സ്, ഞങ്ങളുടെ രാജ്യത്തിനകത്ത് കയറിയുള്ള ബോംബിംഗ് അല്ല, മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം എല്ലാം നടത്തുന്നു. ഓഫ് കോഴ്സ് അവിടെ പാട്രിയാറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായും നിൽക്കില്ല. ചിലതൊക്കെ അതിനെ അതിജീവിച്ച് വരുന്ന വിധത്തിൽ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെയാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ പ്ലാൻ ചെയ്തത് ഒരു 1000 സെൻറ്ററുകൾ അടിച്ച് തകർക്കുക. അങ്ങനെ ഗാസയിൽ എന്ത് ചെയ്തോ അതുപോലെ ഇറാനെ അടിച്ച് തരിപ്പണമാക്കുക എന്നുള്ളത്. പക്ഷേ അതിലും പൂർണ്ണമായി വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയൊക്കെ ലോഞ്ച് പാഡുകളുണ്ടോ ആ പാഡുകളെല്ലാം തകർക്കുകയാണ്. കാരണം ഇവർ അയക്കുന്നത് 100-ഉം 150 ആണല്ലോ ഈ ഇൻ്റർസെപ്റ്റീവ് മെത്തേഡിനെ അതിജീവിക്കാനായിട്ട്. ഒരു 100 വിട്ടാലേ അതിലൊരു 10 GT എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും വരുള്ളൂ. അപ്പോൾ അതിന് വിധത്തിലുള്ള പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് ലോഞ്ച് പാഡ് എന്നോ. ആ ലോഞ്ച് പാഡ് തകർക്കാനായിട്ട് ഒരു ദിവസം 1000 മിസൈലുകളൊക്കെയാണ് 1000 പോയിന്റിലേക്കൊക്കെയാണ് അയക്കുന്നത്, ഓരോ രാത്രിയും പകലും ചേർന്ന്. എന്നിട്ടും ഇവർ പൂർണ്ണമായി കീഴടങ്ങുന്നില്ല. അതിൻ്റെ കാരണം അവരുടെ ഭൂപ്രകൃതി അങ്ങനത്തതാണ്. ഒരു 60% മലനിരകളും പാറക്കെട്ടുകളും ഒക്കെ ചേർന്ന ഭൂപ്രകൃതിയാണ്. പിന്നെ ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ലോഞ്ച് പാഡിന് പകരം മൊബൈൽ പോർട്ടബിൾ ലോഞ്ച് പാഡുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഒരിടത്ത് അടിക്കും, അത് കഴിയുമ്പോൾ ഇതെടുത്ത് ഗുഹയ്ക്കകത്ത് കയറ്റും, അല്ലെങ്കിൽ പാറക്കെട്ട് കയറ്റും, പാറമടയെ കയറ്റും, അല്ലെങ്കിൽ മലനിരക്ക് അടിയിലുള്ള വലിയ ഗുഹയുണ്ട് അതിനകത്ത് കൊണ്ട് കയറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 4-ാം ദിവസം കഴിഞ്ഞിട്ടും 1000 സ്ഥലങ്ങൾ അടിച്ച് തകർത്തിട്ടും തീരുന്നില്ല. പലതും ടെഹ്റാൻ ഇല്ലാതായി. അതിനകത്ത് 1000-2000 വർഷത്തെ അല്ല അതിനേക്കാൾ പഴക്കമുള്ള ആർക്കിടെക്ചറുകൾ വരെ എല്ലാം തകർന്നുപോയി. ആർക്കിടെക്ചർ മുതൽ അഗ്രികൾച്ചർ വരെ മുഴുവൻ ഏതാണ്ട് തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ വിധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നിൽക്കുന്നില്ല. കാരണം അതാണ് അവരുടെ സ്ട്രക്ചർ, അവരുടെ സെറ്റപ്പ് അതാണ്. ഒരാൾ പോയാൽ അടുത്തയാൾ പെട്ടെന്ന് അവിടെ വരുന്ന സംവിധാനം അവർക്കുണ്ട്. അത് 88 പേര് ചേർന്നിരുന്ന് യോഗം ചേർന്നാൽ മതി. അവരുടെ എക്സ്പേർട്ട് കൗൺസിൽ അടുത്ത ആളിനെ അവർക്ക് ആർമിയായ മറ്റേത് ആരാണ്, ആത്മീയ നേതാവ് ആരാണ് എന്ന് നിശ്ചയിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇത് കാണിക്കുന്നത് അമേരിക്കയുടെ കണക്കുകൂട്ടലിൽ ചിലത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. ആ തെറ്റിയ കണക്കുകൂട്ടലുകൾ പല പ്രശ്നങ്ങളും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ രാജനീതിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ,
അതുപോലെ തന്നെ എണ്ണ വിപണിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ഏറ്റവും പ്രധാനം എണ്ണ വിപണിയാണ്. എണ്ണ വിപണിയാണ്. ഹോർമോസ് കടലിടുക്ക് അവർ അടയ്ക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ അതുവഴി ഏതെങ്കിലും കപ്പൽ പോയാൽ ഞങ്ങൾ അടിച്ച് തകർക്കുമെന്ന് പറയുന്നതോടുകൂടി പ്രശ്നങ്ങൾ മാറുകയാണ്. ഒരു പക്ഷേ 1-2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ ലോഞ്ച് പാഡും ഇവരുടെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചേക്കാം. പൂർണ്ണമായും അത് വിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ അടിച്ച് തകർത്തേക്കാം. അത് പൂർണ്ണമായും തകർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇവർ ഉടനെ തന്നെ അടുത്ത് ഗുഹയ്ക്കകത്ത് കൊണ്ട് കയറ്റുകയാണ്, അടിച്ചു കഴിഞ്ഞാൽ ഉടനെ. അതിന് ആ സമയത്ത് ഇത് കണ്ടുപിടിച്ച് അടുത്ത് ഇവിടുന്ന് അയച്ച് സംഗതി എത്തുന്നതിന് മുമ്പേ ഇത് ഗുഹയ്ക്കകത്ത് കയറ്റിക്കളയും. ഇങ്ങനെയൊക്കെയാണ് പിടിച്ച് നിൽക്കുന്നവർ. പക്ഷേ ഇത് പൂർണ്ണമായും അങ്ങനെ പോകില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അവരെ അടിച്ച് തരിപ്പണമാക്കുമെന്ന് വിചാരിക്കാം. എന്നാൽ പോലും ഈ ഹൂത്തികളെ, ഹമാസിനെ, ഹിസ്ബുള്ളയൊക്കെ ട്രെയിൻ ചെയ്തവരാണ് ഈ വിഭാഗങ്ങളാണ്. ഇവരുടെ ടീം ഇപ്പോഴും അവിടെ സജീവമായിട്ട് പലരും അതിനേക്കാൾ ട്രെയിൻ ചെയ്ത പലരും അവിടെ ഉണ്ട്. അവർ ഈ കപ്പലുകളൊക്കെ തകർക്കുന്നത്, ഹൂത്തികളുടെ കപ്പൽ കൊള്ളയടിക്കുന്നതും തകർക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടല്ലോ. കപ്പൽ മുക്കുന്നതിന് വിദഗ്ധരാണ്. ഏത് ഭാഗത്ത് ലീക്ക് ഉണ്ടാക്കിയാൽ ഇത് മുഴുവൻ ഒട്ടെന്ന് താന്നു പോകുമെന്നറിയാം. അങ്ങനെ എണ്ണക്കപ്പലുകളൊക്കെ താന്നു പോയാൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങളുടെ എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം വന്നാൽ അത് അതിനേക്കാൾ വലുതാണ്. അതൊക്കെ അവർ ഭയക്കുന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സെൻറ്ററുകളിലേക്ക് ആക്രമണം വരുന്നു, ഷിപ്പ് യാർഡുകളിലേക്ക് ആക്രമണം വരുന്നു, എയർപോർട്ടുകളിലേക്ക് ആക്രമണം വരുന്നു. ഇതൊക്കെ GCC രാഷ്ട്രങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അവരും ഇപ്പോൾ ഇവരെ ചേർന്നടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ചേർന്നടിച്ചാലും ചേരാതടിച്ചാലും ഇത് പെട്ടെന്ന് തീരുന്ന ഒരു യുദ്ധമല്ലാതായി പോകും. ഇത് ഹമാസിനെ നമുക്കറിയാം, ഗാസയെ നമുക്കറിയാം. ഒരു ചെറിയ പ്രദേശമാണ്, നമ്മുടെ ആലപ്പുഴയേക്കാൾ ചെറിയൊരു പ്രദേശമാണ് ഗാസ. അവിടെ 5 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ കിടന്ന് അടികൂടിയിരുന്നത് മുഴുവൻ. അതുപോലെ ലെബനിലും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഒരു വലിയ രാഷ്ട്രമാണ്, ഇന്ത്യയുടെ പകുതി വലിപ്പമുള്ള ഒരു രാഷ്ട്രം, 9 കോടി ജനങ്ങളുള്ളൊരു രാഷ്ട്രം, വലിയ ഒരു പാരമ്പര്യമുള്ളൊരു രാഷ്ട്രം, സൊറാസ്ട്രിയൻ പാരമ്പര്യത്തിൻ്റെ. ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദവുമാണ്. വലിയ സൗഹൃദം പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. ബാബിലോണിയൻസ് ഒക്കെ ഇവിടെ വന്ന് നമുക്ക് വ്യവസായം നടത്തിയിരുന്ന, വാണിജ്യം നടത്തിയിരുന്നതാണ് കേരളവുമായിട്ട് അതിപുരാതന കാലത്ത് മുതലേ. അതിന് പുറമെ ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആര്യൻ എന്നുള്ളതിൽ നിന്നാണ് ഇറാൻ എന്നുള്ള വാക്ക് തന്നെയാണ്. പേർഷ്യനാണ് പിന്നെ ഇറാൻ ആയത് 1935. അപ്പോൾ ഈ ഇറാൻ എന്ന വാക്ക് തന്നെ ആര്യൻ എന്നുള്ളതാണ്. ഇൻഡോ ആര്യൻ സംസ്കാരം മിക്സ് ചെയ്തൊരു സംസ്കാരമാണ്. അതിൽ നിന്ന് പിന്നീട് 1503 ഇത് ഈ ഷാ മുസ്ലിം വിഭാഗത്തിലേക്ക് അത് ഔദ്യോഗിക മതമാക്കി അങ്ങനെ മാറിയത്. അതിൽ തന്നെ 1953 വരെ വലിയ കുഴപ്പമില്ലാതെ ഒരു വിധം രാജഭരണവും ജനാധിപത്യവും ഒക്കെ ആയിട്ട് ഒരു നല്ല കൾച്ചറുമായിട്ട് അവർ പോയിക്കൊണ്ടിരുന്നതാണ്. അവരുടെ ആ പാരമ്പര്യം, ഇൻഡോ ആര്യൻ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് അവർ കലയും സംസ്കാരവും ഒക്കെ നിലനിർത്തി പോയിരുന്നവരാണ്. നമ്മളെപ്പോലെ ദൈവവിശ്വാസവും പിന്നെ കുടുംബത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിയും സ്നേഹബന്ധങ്ങളും സമൂഹത്തിലെ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തി പോയിരുന്നൊരു സമൂഹമാണ്. യൂറോപ്യൻസിൻ്റെ കൂട്ടല്ല, അമേരിക്കൻസിൻ്റെ കൂട്ടല്ല. മനസ്സിലായില്ലേ? 15 ഭാര്യയും മക്കളും എന്നുള്ള ആ ശൈലിയല്ല അവർക്ക്. ഇപ്പം മുസ്ലിംസ് ഇത് വന്നപ്പം അത്തരത്തിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ അതിന് മുമ്പ് വരെയുള്ള സംസ്കാരം അങ്ങനെ ആയിരുന്നില്ല. അവർ കുടുംബം, ആ കുടുംബത്തിൽ പ്രായപൂർത്തിയായവർ, സ്ത്രീകൾ, അവർക്കൊക്കെ ബഹുമാനം കൊടുത്തിരുന്നത്. അതെല്ലാം മാറിയത് ഈ ഇപ്പോഴത്തെ ഖമനിയ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ വന്നത്. ഹിജാബ് ധരിക്കണമെന്നും മുടിയുടെ ഒരു അംശം പോലും വെളിയിൽ കാണരുതെന്നും ഒക്കെ സ്ത്രീകൾക്ക് വന്ന അതൊക്കെയാണ് അവർ പ്രതിഷേധിക്കുന്നതിൻ്റെ കാരണം. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് അവർ ആ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും യോജിച്ച് നിൽക്കുന്നവരാണെന്നുള്ളതാണ് അവരുടെ ചരിത്രം ബോധ്യമാക്കുന്നത്. ഗ്രീസുകാർ വന്ന് ആക്രമിച്ചിട്ടുണ്ട്, അലക്സാണ്ടർ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ്. അതൊക്കെ അവർ അതിജീവിച്ചിട്ടുണ്ട്. അറേബ്യൻസ് വന്ന് ആക്രമിച്ചിട്ടുണ്ട്, മംഗോളിയൻസ് വന്ന് ആക്രമിച്ചിട്ടുണ്ട്. എന്തിന് റഷ്യ പോലും ചില കാലങ്ങളിൽ ഇവിടെ വന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടെല്ലാം ആ വേരുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു ബന്ധം സ്ഥാപിച്ച് പിന്നീട് അത് ശക്തമാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ എല്ലാ അധിനിവേശങ്ങളെയും അവർ അട്ടിമറിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തിന് 1953 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്ന് ഇസ്രായേലിന് പകരം UK ആയിരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. USA UK കൂടെ ഇവരെ ശരിപ്പെടുത്തിയതാണ്. എന്നിട്ട് ഷാ ഭരണം വീണ്ടും അവിടെ ഇവരുടെ പപ്പറ്റായിട്ട് കൊണ്ടുവന്ന് കോടിക്കണക്കിന് ഡോളറുകൾ ഇവിടുന്ന് എണ്ണയിൽ സമ്പാദിച്ചുകൊണ്ടിരുന്നതാണ്. അത് 1979 ഈ മുല്ലപ്പൂ വിപ്ലവം ഇറാനിൽ വന്നപ്പോഴാണ് തകർന്നു പോയത്. അതുവരെ അമേരിക്ക ഇഷ്ടം പോലെ പണം ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. കുറേ ഗുണങ്ങൾ UKക്കും കിട്ടിയിരുന്നു. പേർഷ്യ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തെ ഏറ്റവും വലിയ സ്വർഗരാജ്യമല്ലേ. നമ്മളും പേർഷ്യക്കാണ്, പേർഷ്യ എന്നാണ് പറയുന്നത്. പേർഷ്യക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ. അപ്പം ആ കാലഘട്ടത്തിൽ
ഇതൊരു സ്വർഗരാജ്യമായിരുന്നു. അതിൻ്റെ ഗുണം അമേരിക്കയും UK ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് അണുവായുധം പറയുന്നുണ്ടെങ്കിലും അണുവായുധം മാത്രമല്ല, അതിനകത്ത് വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. കാരണം വെനസ്വേല പിടിച്ചപ്പോൾ നല്ലൊരു എണ്ണപ്പാടങ്ങൾ അവർക്ക് കിട്ടി, എണ്ണയുടെ ശേഖരം കിട്ടി. ഈ അമേരിക്കയിൽ തന്നെ എണ്ണ ആവശ്യത്തിന് അതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോൾ ഇറാനെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് എണ്ണ സംഭരണിയുടെ 50% അധികം അമേരിക്കയുടെ കയ്യിൽ നിൽക്കും. ഇറാനെ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം ട്രംപിന് മനസ്സിലായിരിക്കുന്നത്. ട്രംപ് പറഞ്ഞു 100 hours 4 days, പിന്നെ ഇപ്പം 4 weeks ആയി. ഇപ്പോൾ പറയുന്നു ഇറ്റ് മേ ഗോ ലോങ്, കൈ നിൽക്കാത്ത പരുവത്തിലായിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ പോകുന്നു. ഇന്ത്യയെ ബാധിക്കും, ചൈനയെ ബാധിക്കും, ലോകത്തെ മറ്റു പല രാഷ്ട്രങ്ങളെ ബാധിക്കും. ഇവിടെ ഇരുന്ന് ഹായ് പറയുന്നവരൊക്കെ ഇപ്പം അനുഭവിക്കാൻ പോവാണ്. ഞാനും നിങ്ങളും അടക്കമുള്ളവർക്ക് ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടാൻ പോവാണ്. ഇത് 25 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ വാങ്ങിക്കണമെങ്കിൽ ബാരലിന് പുതിയ വില കൊടുത്തു വേണ്ടേ വാങ്ങിക്കാൻ. ഇപ്പൊ തന്നെ ഏതാണ്ട് എണ്ണ വില 15% ഉയർന്നു. ഇനി നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന എണ്ണയ്ക്ക് 15% കൊടുക്കണം. അപ്പം നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പെട്രോൾ ഇനി ചിലപ്പം 120 രൂപയ്ക്കോ 125 രൂപയ്ക്കോ കിട്ടുള്ളൂ. അപ്പം ഇത് നമ്മളെ എത്ര വിധത്തിൽ ബാധിക്കുന്നു? പെട്രോളിന്റെ വില മാത്രമല്ല, പെട്രോളിന്റെ വില കൂടി കഴിഞ്ഞാൽ മുഴുവൻ സാധനത്തിന്റെ മാർക്കറ്റ് മുഴുവൻ മാറുകയാണ്. വലിയ പ്രശ്നമാണ്. പിന്നെ 1 കോടി ജനങ്ങൾ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് കിടപ്പുണ്ട്. അവരെ പലരോടും പോകാൻ പറയും മറ്റവർ. കാരണം എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല. അവിടെ ഓൾമോസ്റ്റ് കടലെടുക്ക് ഇവന്റെ കസ്റ്റഡിയിലാണ്. ഇവൻ ചാവേറുകളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. 9 കോടി ജനങ്ങളുണ്ട്. അതിലൊരു 10 ലക്ഷം പട്ടാളക്കാരാണ്, പാരാമിലിറ്ററി അടക്കം. മിലിറ്ററി 6 ലക്ഷം, മറ്റേത് പാരാമിലിറ്ററിക്ക് ഒരു 4 ലക്ഷം, എല്ലാം കൂടെ ചേർത്ത് 10 ലക്ഷം പട്ടാളക്കാരുണ്ട്. അവരിപ്പോഴും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ തലവനെ മാത്രമല്ല അവർ തിരഞ്ഞെടുക്കുന്നത്, സൈന്യത്തിലേക്കും ആളിനെ റിക്രൂട്ട് ചെയ്ത് വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം നമുക്കറിയാം, ഹമാസുമായിട്ടുള്ള യുദ്ധം നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന്. ഇപ്പോഴും അടി നടക്കുകയല്ലേ. ഹമാസ് അവിടെ മുഴുവൻ തരിപ്പണമായി. ഒരു തരി മണ്ണും ഇനി അവിടെ ഗുണമുള്ളതായിട്ട് അവശേഷിക്കുന്നില്ല. ആ വിധത്തിലാക്കി കഴിഞ്ഞു യുദ്ധോപകരണങ്ങൾ കാരണം. അതുപോലെ ഇറാനെയും ആക്കാൻ കഴിഞ്ഞിരിക്കും. പക്ഷേ അവിടുത്തെ ഈ ഒരു ഗ്രൂപ്പിനെ പെട്ടെന്ന് കീഴടക്കുക സാധ്യമല്ല. അതിന് അമേരിക്കയ്ക്ക്, ഇറാന് ഒക്കെ, ഇസ്രായേലിനൊക്കെ വളരെ പണിപ്പെടേണ്ടി വരും. ഇപ്പോൾ ചിലപ്പോൾ 1-2 GCC രാഷ്ട്രങ്ങളും കൂടെ ഇതിനകത്ത് പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പങ്കെടുത്തേക്കാം, അവർ യുദ്ധത്തിന് തയ്യാറായേക്കാം, അവരുടെ ഏരിയ ഇവർക്ക് വിട്ടുകൊടുത്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് യുദ്ധത്തിനായിട്ട് US-നൊക്കെ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അവർക്ക് അതിനേക്കാൾ വലുതായിരിക്കും. ഇതിന് പുറമെ ഒരു എണ്ണപ്പാടം കത്തിയാലത്തെ അവസ്ഥ എത്രയായിരുന്നു. ഇപ്പം നെത്താൻസിലെ അണുവായുധ ശേഖരത്തിൻ്റെ അവിടെ ബോംബിട്ടിരിക്കുകയാണ്, മിസൈൽ പ്രയോഗിച്ചിരിക്കുകയാണ്. അത് ലീക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ്. അത് അവിടെ മാത്രമല്ല, അത് ചിലപ്പോൾ GCC രാഷ്ട്രങ്ങളിലേക്കും മറ്റ് പലയിടത്തേക്കും ഇതിൻ്റെ വികരണങ്ങൾ വന്നേക്കാം. അതുണ്ടാക്കുന്ന വിപത്ത് ലോകത്ത് എത്രയായിരിക്കണമെന്ന് നമ്മൾ കണക്കാക്കിയിട്ടില്ല. ഇനി കപ്പലുകൾ, എണ്ണ കൊണ്ടുവന്ന് കപ്പലുകൾ അടിച്ച് തകർത്താൽ അത് കടലിൽ വീണുണ്ടാകുന്ന വിപത്ത് അതിനേക്കാൾ, മത്സ്യസമ്പത്ത് നശിക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ മുഴുവൻ ജലസ്രോതസ്സിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാകും. നമ്മുടെ രാജ്യത്തിൻ്റെ ഉൾപ്പെടെ കരകളിലേക്ക് ഇത് വ്യാപിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വരാം. ഇതെല്ലാം വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. ഈ യുദ്ധോപകരണങ്ങൾ ഇപ്പോൾ അവിടെ ഭൂകമ്പം വരെ ഉണ്ടായി എന്ന് പറയുന്നത് കേട്ടു ഇറാനിൽ. കാരണം ഇത് സാധനം 1000 എണ്ണം ഭൂമെന്ന് വന്ന് പതിക്കുകയല്ലേ ഓരോ ദിവസവും. അപ്പം അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് വേറെ. ഇന്ത്യക്കാണെങ്കിൽ 40% നമ്മുടെ എണ്ണ ഇപ്പം അവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ എണ്ണ നിന്ന് കഴിഞ്ഞാൽ 3 ദിവസം നിൽക്കുമ്പം നമുക്ക് 100% കൂടുതലായില്ലേ അതിൻ്റെ വരവ് നിന്നാൽ. 3 പ്രാവശ്യം നിന്നാൽ 120% അവിടെ നിന്ന് കുറഞ്ഞെന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഇനി വീണ്ടും റഷ്യയെ പിടിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് സോണിയാഗാന്ധി പറയുന്നുണ്ട്, ഹമാസിനെ തകർത്തതിന് ഖമേനിയെ കൊന്നതിന് നമ്മൾ വിശദീകരണം നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയില്ല. അത് യാതൊരു ബുദ്ധിയില്ലാത്ത വർത്താനമാണ്. കാരണം അവിടെ ഒരു 100 കോടി ജനങ്ങൾ, 1 കോടി ജനങ്ങൾ നമ്മുടെ കിടക്കുകയാണ്. അപ്പം ഈ സൈഡിലും ആ സൈഡിലും പറയാതെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധി. നമുക്കിപ്പോൾ ഇസ്രായേലിനോട് ചേരുന്നോ, അല്ലെങ്കിൽ ഇറാൻ്റെ കൂടെ ചേരുന്നോ, അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളോട് കൂടി ചേരുന്നോ അല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം, നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിൽ പോയി എല്ലാവരുമായി ആശയവിനിമയം നടത്തി നമ്മുടെ 1 കോടിയോളം നിൽക്കുന്ന ജനങ്ങളെ എങ്ങനെ അവിടുന്ന് പരിക്കില്ലാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടെ സമാധാനം എങ്ങനെ കൊണ്ടുവന്ന് ഇവരെ അവിടെ തന്നെ തുടരാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. 100 കോടി ജനങ്ങളെ കൊണ്ടുവരണമെങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കുറച്ച് കുട്ടികളെ
ഏതെങ്കിലും പിന്നെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊണ്ടിരുന്നില്ല. മെഡിസിൻ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ഉക്രൈനിൽ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നു. അത് എളുപ്പമാണ്. അവിടുന്ന് 500 1000 അല്ലെങ്കിൽ 2000 ഉള്ളത് നമുക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. 4 വിമാനം മതിയായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. 1 കോടിക്ക് അടുപ്പിച്ച് വരുന്ന ജനത എങ്ങനെ നമ്മൾ കൊണ്ടുവരും? ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അത് മനസ്സിലാക്കാതാണ് നമ്മുടെ പലരും അവിടെ ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തകർത്തു എന്ന് പറഞ്ഞ് പറയുന്നത്. പക്ഷെ അത് ഞാൻ നോക്കിയെടുത്തത് ഇത് കുറച്ച് പിള്ളേരാണ്. ഇതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിഞ്ഞുകൂടാതെ പലരും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ വിപത്ത് ലോകത്തിന് മുഴുവനാണെന്നും ആ വിപത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാണ് വരുന്നതെന്നും നമ്മുടെ എക്സ്പോർട്ടുകൾ കുറയുന്നു, നമ്മുടെ പിന്നെ പല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ കെട്ടിക്കിടക്കേണ്ട അവസ്ഥ വരും, വിപണി ഇല്ലാതെ വരും. ഇത് നമുക്ക് മാത്രമല്ല, യൂറോപ്പിനും ഒക്കെ ഇതേ പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയെ പോലെ വികസിച്ച് വരുന്ന രാഷ്ട്രങ്ങളൊക്കെ ആയിരിക്കും, ഏഷ്യൻ രാഷ്ട്രങ്ങളായിരിക്കും. ആസിയൻ കൺട്രീസ് എല്ലാം വളരെ കൺസേൺ പറഞ്ഞിരിക്കുകയാണ്. അവർക്കെല്ലാം ഇത് ബാധിക്കും. ചൈനയുടെ ഏതാണ്ട് 50-60% ഇറാനിൽ നിന്നാണ് എണ്ണ വരുന്നത്. നമ്മളെക്കാൾ കൂടുതൽ അവരെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അതുമൊക്കെ ഇതിൻ്റെ ലക്ഷ്യമാണ്, ചൈനയെ ഇറുക്കുക എന്നുള്ളത്. ഇപ്പം ഇറാൻ പറഞ്ഞു, ഇറാൻ, ചൈന, ഇന്ത്യ, റഷ്യ അച്ചുതണ്ട് ഉണ്ടായാൽ അതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ട്. ഇത് ഈ യുദ്ധം ഇങ്ങനെ വരുന്നതിന് ഇതിനെല്ലാം മാറ്റി നിർത്തുക, എല്ലാവരെയും ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ചൈന ഒറ്റയ്ക്ക് നിന്നാൽ അവനെ അടിക്കാൻ പറ്റും, റഷ്യ ഒറ്റയ്ക്ക് നിന്നാൽ അവനെ ഒതുക്കാൻ പറ്റും, ഇന്ത്യ ഒറ്റയ്ക്ക് നിന്നാൽ അവനെയും പറ്റും. അപ്പോൾ അമേരിക്കയ്ക്ക് വേറൊരു ആൾ വരരുത്, വേറൊരു മേക്കോന്ന് വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലരും നമ്മളെ ആളുകൾ കാണുന്നത് ഇതൊരു മുസ്ലിം വിരുദ്ധ യുദ്ധം മാത്രമാണെന്നാണ്. അങ്ങനെയല്ല. ഇത് മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം അടിവേരിളക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറാൻ പോവുകയാണ്. 2ാം ലോകമഹായുദ്ധം അല്ലെങ്കിലും അതുപോലെ, 3ാം ലോകമഹായുദ്ധം അല്ലെങ്കിലും ഏതാണ്ട് അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു യുദ്ധമാണ്. നമ്മൾ കടന്നക്കൂട്ടിലാണ് കല്ലിട്ടിരിക്കുന്നത്. അവിടെ അവരെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയാത്തടത്തോളം കാലം യുദ്ധം അവസാനിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അശാന്തി അവിടെ തുടർന്നുകൊണ്ടിരിക്കും. അശാന്തി തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ 1 കോടി ജനത പ്രശ്നത്തിലാവും. അതിന് ഉപരിയായി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന 140 കോടി ജനങ്ങൾക്കും ഭാവിയിൽ പ്രശ്നങ്ങളാണ്. വരുന്ന നാളുകൾ അവിടെ ഉണ്ടാകുന്ന അശാന്തി ഇവിടെയും കൂടെ പല വിധത്തിൽ നമ്മളെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.